ചമ്മന്തിപ്പൊടി ഏത് നമ്മൾ ആ ഇഡ്ഡലിക്കും നല്ല ക്രിസ്പി ദോശൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ അങ്ങോട്ട് തൂകിയിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കില്ലേ, ആ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയായിട്ട് കാണിക്കാൻ പോണത്. അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഇനി അത് അവിടെ കിടക്കട്ടെ. തീ കൂട്ടാനും നിൽക്കണ്ട, കുറക്കാനും നിൽക്കണ്ട. അതിന് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ അതിന് തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ ഒരു 1/2 കപ്പ് ഉഴുന്നിട്ടിട്ട് പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം അരി പച്ചരിയായിട്ട് ഞാൻ ചേർക്കണേ, അതുകൂടെ ചേർത്തിട്ട് പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അവിടെ കിടന്നിട്ടേ നന്നായിട്ടൊന്നും അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് അതും ആ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഞാനിതാ ഇത് ഇത്രയും കറിവേപ്പിലായിട്ട് എടുത്തിരിക്കണേ, അത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല എന്നേ. അത് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അങ്ങനെ കറുമുറ ആ ഒരു പാകത്തിന് വരണം. ഇനി ഇതിൻ്റെ എല്ലാത്തിനെയും ചൂടാറി കഴിയുമ്പോഴേ നേരെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടോ. ആ മിക്സിയുടെ ജാറിലൊട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ, വേഗം കേടായി പോകും. അപ്പം പിന്നെ ഇതിൻ്റെ അതേ കുറച്ച് ഉപ്പും ഒരു 3/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയോട് ചേർത്തിട്ട് നല്ല നൈസായിട്ട് വേണ്ടിട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി എന്താണ് നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കണം അല്ലേ, നല്ല നൈസായിട്ട് തന്നെയാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ ചമ്മന്തിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതിൻ്റെ പുറകെ നെയ്യും. ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ ഈ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാനായിട്ടേ ഈ ദോശയിലും കുറച്ചും കൂടെ ബെറ്റർ നല്ല കുശ്ബു ഇഡ്ഡലിയാണ്. നല്ല ചൂടോടുകൂടി ആ ഇഡ്ഡലി ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചമ്മന്തിപ്പൊടിയും കുറച്ച് നെയ്യും ചേർത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് സാമ്പാറും പൊളിക്കും.